ഹായ്, വെൽക്കം ടു മൈ ചാനൽ മാത്തമാറ്റിക്സ് മെയ്ഡ് ഈസി ബൈ മേരി എം ജെ. ഇന്ന് നമ്മൾ +1 ചാപ്റ്റർ 4 പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ വരുന്ന ഫോക്കസ് ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഫോക്കസ് ഏരിയയിൽ വരുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഫോക്കസ് ഏരിയയിൽ വരുന്നത് PMI എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതിൽ ഒരു ഏരിയ ഉണ്ട്, അതായത് ഇക്വാളിറ്റീസ് വരുന്നത് മാത്രം, അതായത് പ്രോബ്ലംസ് ഇൻവോൾവിങ് ഇക്വാളിറ്റീസ് ഓൺലി. ഇക്വാളിറ്റീസ് വരുന്ന പ്രോബ്ലംസ് മാത്രമുള്ള PMI മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ശരിക്കും ഈ PMI എന്ന് പറഞ്ഞാൽ അതൊന്ന് ഷോർട്ടാക്കി പറഞ്ഞു തന്നതിന് ശേഷം നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് P of n എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻവോൾവിങ് നാച്ചുറൽ നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു P of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് ട്രൂ ആണെന്ന് പറയാൻ പറ്റുന്നത്? ഹൗ ടു ചെക്ക് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് P of n ഇസ് ട്രൂ. അതിന് ശരിക്കും നമ്മുടെ സാധാരണ പ്രോബ്ലം സോൾവിങ് പോലെയല്ല ഇത് ചെയ്യുന്നത്, ഒരു ജനറലൈസേഷനാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് P of 1 ട്രൂ ആണോ അല്ലയോ നോക്കണം. ചെക്ക് വെദർ P of 1 ഇസ് ട്രൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിൽ കുറച്ച് സ്റ്റെപ്സാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ P of 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ assume that P of k is true. P of k ട്രൂ ആണെന്ന് നമ്മൾ assume ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു, ആ സ്റ്റേറ്റ്മെൻറ്റ് P of n, അതായത് ഇപ്പോൾ 1 + 2 + 3 + etc. + n, അതാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റിസൾട്ട് നമുക്കറിയാം അല്ലേ? P of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് 1 + 2 + etc. + n, അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം n × n + 1/2 ആണ്. അപ്പോൾ ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് കാണിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് P of 1 ട്രൂ ആണെന്ന് കാണിക്കണം. P of ട്രൂ എന്ന് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ടേംസ് ആണ്, നമ്പർ ഓഫ് ടേംസ് ആണ് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഫസ്റ്റ് ടേം P of 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഇവിടെ 1 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ റൈറ്റ് സൈഡോ എന്നിന് നമ്മൾ 1 കൊടുക്കുക ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ എന്നിന് 1 കൊടുക്കുകയും ലെഫ്റ്റ് സൈഡിൽ നമ്പർ ഓഫ് ടേംസുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ RHSൽ എന്നിന് 1 കൊടുക്കുമ്പോൾ 1 × 1 + 1 2/2 ദറ്റ് ഈസ് 1. അപ്പോൾ LHSും RHSും സെയിം ആയില്ലേ? പിന്നെ നമ്മൾ സെക്കൻഡ് ചെയ്യേണ്ടത് ഇവിടെ എന്താ, assume that P of k is true. അപ്പോൾ P of k ട്രൂ ആണെന്ന് assume ചെയ്യണം. അതായത് P of k എന്ന് പറയുന്നത് ഈ ഭാഗം വെച്ച് നമ്മൾ ഈ ഒരു P of n വെച്ച് ചെയ്യുമ്പോൾ 1 + 2 + etc. + k ആണ് P of k. ഇവിടെയോ k × k + 1/2. അപ്പോൾ ഇതാണ് നമ്മൾ assume ചെയ്യുന്നത്. ഇത് ട്രൂ ആണെന്ന് അങ്ങ് assume ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ P of k + 1 ട്രൂ ആണെന്ന് കാണിക്കണം. ഇവിടെയാണ് പ്രൂഫ് എന്നുള്ളത്, ഈ ഭാഗമാണ്. P of k + 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ P of k + 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P of k എന്ന് പറയുന്നത് 1 + 2 + etc. + k ആണെങ്കിൽ P of k + 1 എന്ന് പറയുന്നത് 1 + 2 + etc. + k + k + 1. ഒരു ടേമും കൂടെ അവിടെ ആഡായി വരും അല്ലേ? നമ്പർ ഓഫ് ടേംസിൽ എണ്ണം കൂടി. k എന്നുള്ളതിന് പകരം k + 1 ആകുമ്പോൾ അവിടെ k + 1 ടേംസ് ആയി. അപ്പോൾ k കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടേമും കൂടെ നമ്മളിവിടെ എടുക്കണം. പിന്നെയോ 1 + 2 + etc. + k + k + 1. ഇതിൽ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതിൻ്റെ റിസൾട്ട് നമുക്കറിയാം. അതിൻ്റെ റിസൾട്ട് എന്താണ്? ഇതിൻ്റെ റിസൾട്ട് k × k + 1/2 ആണ്. അപ്പോൾ ഇതുവരെ ഉള്ളത് k × k + 1 / 2 ആണ്. പിന്നെ ലാസ്റ്റ് ടേം + k + 1. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ? കോമൺ ടേംസ് പുറത്തെടുക്കുക. അപ്പോൾ അവിടെ കോമൺ ടേംസ് എന്താണ്? കോമൺ ടേംസ് k + 1 ആണ്. ഇവിടെ k + 1 കോമൺ ആണ്. ബാക്കി ഇവിടെ k/2 + 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക k + 1 × k + 2/2.
അപ്പോൾ ഇവിടെ കെ ടേംസ് ആയിരുന്നപ്പോൾ നമുക്ക് ആൻസർ കെ ഇൻറ്റു കെ പ്ലസ് 1/2 ആണ്. അപ്പോൾ കെ പ്ലസ് 1 ടേംസ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2/2. അത് തന്നെ നമുക്കിവിടെ പ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ PMI പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ 2 സ്റ്റെപ്പാണ് എഴുതിയത്. എസ്യൂം ചെയ്യുന്നത് വരെ എഴുതി. ഇപ്പോൾ ഇവിടെ എസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ പ്രൂഫ്. പ്രൂവ് ഫോർ P of K plus 1 is true. Therefore, അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ P of N is true for all natural numbers. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആണെന്ന് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാം. അപ്പം ഇത്രയും ട്രൂ ആയി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം P of N എല്ലാത്തിനും ട്രൂ ആണ്. അപ്പം ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? P of 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എസ്യൂം ദാറ്റ് P of K is true. തേർഡ് സ്റ്റെപ്പിലോ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ ഫോർ P of K plus 1. അങ്ങനെ എല്ലാത്തിനും ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പേ ഉള്ളൂ ഇതിൽ. അപ്പം നമ്മൾ അത് യൂസ് ചെയ്തിട്ട്, അപ്പോൾ ഈ PMI യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ P of N തന്നിട്ടുണ്ട്. 1 plus 3 plus 3 square plus etc plus 3 raised to n minus 1 is equal to 3 raised to n minus 1/2. Show that P of 1 is true. Second sub-question, prove by PMI that P of N is true. അപ്പോൾ P of N ട്രൂ ആണെന്നുള്ളത് വരെ നമ്മൾ കാണിക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യം നമുക്ക് ആലോചിക്കാം. എന്തൊക്കെയായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് പ്രൂവ് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of 1 is true. P of 1 ട്രൂ ആണെന്ന് എങ്ങനെ എടുക്കാനാണ് ഞാൻ പറഞ്ഞത്? P of 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ലെഫ്റ്റ് സൈഡ് എടുക്കുക. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദി LHS. അപ്പോൾ P of 1 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്പർ ഓഫ് ടേംസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്പർ ഓഫ് ടേംസ് ഇവിടെ P of 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം അവിടെ LHS 1 ആണ്. RHSO RHSൽ എന്ത് ചെയ്യണം? Nന് പകരം 1 കൊടുക്കണം. സോ 3 raised to 1 minus 1/2. That's equal to 3 minus 1 is 2. 2/2 is 1. ഇപ്പോൾ LHSും RHSും സെയിം ആയി. Therefore, P of 1 is true. P of 1 is true. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് നമുക്ക് എസ്യൂം ആണ് അല്ലേ? പിന്നെ സെക്കൻഡ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? എസ്യൂം. ഇത് A. ഇനി നമ്മൾ സെക്കൻഡ് പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് PMIയിൽ P of N is true എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് എസ്യൂം. എന്താണ് എസ്യൂം ചെയ്യേണ്ടത്? എസ്യൂം ദാറ്റ് P of K is true. P of K ട്രൂ ആണെന്ന് എസ്യൂം ചെയ്യണം. P of K ട്രൂ ആണെന്ന് എസ്യൂം ചെയ്തതിന് ശേഷം അപ്പോൾ എന്താണ് P of K? അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ വെച്ചിട്ട് P of K എന്താണ്? ഇവിടുത്തെ ക്വസ്റ്റ്യൻ 1 plus 3 plus 3 square plus etc plus 3 raised to n minus 1 ആണ്. അപ്പോൾ P of K എന്ന് പറയുന്നത് Nന് പകരം K കൊടുക്കുകയാണ് ആ റിസൾട്ടിൽ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കത് എഴുതാം. Assume that P of K is true. അപ്പോൾ P of K എന്ന് പറയുന്നത് എന്താ നോക്കാം. P of K എന്ന് പറയുന്നത് 1 plus 3 plus 3 square plus etc. Nന് പകരം K കൊടുത്തിട്ട് അങ്ങ് എഴുതിയാൽ മതി. 3 raised to K minus 1 is equal to 3 raised to K minus 1/2 is true. ഇതാണ് നമ്മുടെ assumption ആണിത്. P of K ട്രൂ ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ Nന് 1 കൊടുത്തിട്ട് P of 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ P of K ട്രൂ ആണെന്ന് എസ്യൂം ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പിലോ
വി ആർ ഗോയിങ് ടു പ്രൂവ് അല്ലേ, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് വൺ എന്താണെന്ന് നോക്കാം. ഇവിടെ കെ ടേംസ് ആയിരുന്നപ്പോൾ ഇവിടെ 3k മൈനസ് 1 ആണ്. 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര 3k മൈനസ് 1. അങ്ങനെയാണെങ്കിൽ പി ഓഫ് കെ പ്ലസ് വൺ എന്താണ്? 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3k മൈനസ് 1 പ്ലസ് ഒരു ടേമും കൂടെ വരും. എന്തായിരിക്കും അടുത്ത ടേം? കണ്ടോ, ഇവിടെ കണ്ടോ, ഫസ്റ്റ് ടേം 1. 1ന് പകരം ശരിക്കും 3 ഏതിൻ്റെ റേസ് ടു 0 ആണെങ്കിലും 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം 3 സെക്കൻഡ് ടേം 3 അപ്പോൾ ഒന്ന് കുറവായപ്പോഴും അല്ലേ. തേർഡ് ടേം 3 അങ്ങനെ kth ടേമാണ് 3k മൈനസ് 1. അപ്പോൾ അടുത്ത ടേം k പ്ലസ് 1th ടേം എന്തായിരിക്കും? k പ്ലസ് 1ൻ്റെ ഒന്ന് കുറവെന്ന് പറഞ്ഞാൽ 3k. ഇനി നമുക്ക് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള എൻ്റെ സമ്മ് നമ്മൾ ഓൾറെഡി ഇവിടെ അസ്യൂം ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 3k മൈനസ് 1/2 പ്ലസ് ലാസ്റ്റ് ടേം പ്ലസ് 3k. ഇനി നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3k മൈനസ് 1 പ്ലസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 3k ഹോൾ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഫസ്റ്റ് ടേമിലും ലാസ്റ്റ് ടേമിലും 3k കോമൺ ആണ്. ബാക്കി എന്ത് വരും? ഇവിടെ 1ഉം ലാസ്റ്റ് ടേമിൽ 2ഉം പിന്നെ ബാക്കി എന്താ ഉള്ളത്? -1 ഹോൾ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3k ഇൻറ്റു 3 മൈനസ് 1/2. അപ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു ഈ 3k ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3k പ്ലസ് 1 മൈനസ് 1/2. ഇപ്പോൾ പി ഓഫ് കെ ടേംസ് ആയിരുന്നപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 3k മൈനസ് 1/2ഉം പി ഓഫ് കെ പ്ലസ് 1 ആകുമ്പോൾ എന്ത് കിട്ടി? 3k പ്ലസ് 1 മൈനസ് 1/2. അപ്പോൾ ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അതിനൊക്കെ ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് മാറുന്നുണ്ട്. കെ ടേംസ് ആയപ്പം ഈ ആൻസർ k പ്ലസ് 1 ടേം ആകുമ്പോൾ കെൻ്റെ സ്ഥലത്തെല്ലാം k പ്ലസ് 1 ആയി. Therefore, P of n is true for all natural numbers. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ പി ഓഫ് 1 ഇസ് ട്രൂ. സെക്കൻഡ് സ്റ്റെപ്പ് assume that P of k is true. തേർഡ് സ്റ്റെപ്പ് prove that P of k plus 1 is true. അപ്പോൾ അതാണ് അതിൻ്റെ ഓർഡർ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു വേറൊരു ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പി ഓഫ് എൻ സച്ച് ദാറ്റ് 7n മൈനസ് 3n ഇസ് ഡിവിസിബിൾ ബൈ 4. ഷോ ദാറ്റ് പി ഓഫ് 1 ഇസ് ട്രൂ. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നമ്മൾ കാണിക്കേണ്ടത് പി ഓഫ് 1 ഇസ് ട്രൂ. പി ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടെ 7n മൈനസ് 3n. അപ്പോൾ എന്നിന് പകരം ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ 7n മൈനസ് 3n വിച്ച് ഇസ് ഈക്വൽ ടു 4 അല്ലേ. ഇറ്റ് ഈസ് ഓൾറെഡി ഡിവിസിബിൾ ബൈ 4 തന്നെയാണ്. അപ്പോൾ 4 കൊണ്ട് 4 ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇറ്റ് ഇസ് ട്രൂ. പി ഓഫ് 1 ഇസ് ട്രൂ. അപ്പോൾ ഇങ്ങനെ എ സബ് ക്വസ്റ്റ്യൻ ബി സബ് ക്വസ്റ്റ്യൻ അങ്ങനെയായിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. ഇനി സെക്കൻഡ് പാർട്ട്, വെരിഫൈ ബൈ ദ മെത്തേഡ് ഓഫ് PMI ദാറ്റ് പി ഓഫ് എൻ ഇസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ assume നമ്മൾ എന്ത് ചെയ്യണം? assume that P of k is true. P of k is true എന്ന് പറയുന്നത് എന്താണ്? 7k മൈനസ് 3k ഈസ് ഡിവിസിബിൾ ബൈ 4. അതാണ് നമ്മുടെ അസംഷൻ. ഇനി പി ഓഫ് കെ പ്ലസ് 1 എന്തായിരിക്കും? വാട്ട് ഇസ് പി ഓഫ് കെ പ്ലസ് 1? പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 7k പ്ലസ് 1 മൈനസ് 3k പ്ലസ് 1. ഇനി ഇത് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് കാണിക്കണം. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യം 7k മൈനസ് 3k ഡിവിസിബിൾ ബൈ 4 ആണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഈ അറിയുന്ന വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. സോ 7k മൈനസ് 3k ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പോൾ ഈ ഒരു
അത് നോൺ വാല്യൂ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഈ 7k രണ്ടാമത്തെ നോക്കണ്ട, 7k കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 7k+1 കിട്ടുക നോക്കുക. അപ്പോൾ 7k കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 7k+1 കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി. പക്ഷേ ഈ സെക്കൻഡ് ടേം നോക്ക്, -3k × 7 എന്ന് പറയുന്ന ടേം അതിനകത്തില്ല. അപ്പം നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി +3k × 7. അപ്പോൾ ഈ ഒരു ടേം ക്യാൻസലായിപ്പോയി. പക്ഷേ ഇനി ഇവിടെ ഒരു ടേമും കൂടെ വരുന്നുണ്ട്. എന്താണ്? -3k+1. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? P(k) എടുക്കുക. P(k) കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് P(k+1) ഫസ്റ്റ് ടേം കിട്ടുകയെന്ന് നോക്കുക. അപ്പോൾ P(k+1) കിട്ടണമെങ്കിൽ നമ്മൾ P(k) കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7k കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7k+1 ആവും. പക്ഷേ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ടേം വരും. ആ എക്സ്ട്രാ ടേം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും വേണം. ലാസ്റ്റ് -3k+1 എന്ന് എഴുതണം. ഓക്കെ, ബിക്കോസ് ഇവിടെ വരുന്നുണ്ട് അതല്ലേ. ഇനി എന്ത് ചെയ്യണം നെക്സ്റ്റ്? ഇനി ഈ ഭാഗം നമുക്ക് അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് ഓൾറെഡി ഡിവിസിബിൾ ബൈ 4 ആണ്. പ്ലസ്, അപ്പോൾ ഈ ഭാഗം നമ്മൾ ഇനി ചെക്ക് ചെയ്യണ്ട. ഇനി ഇവിടെയോ? ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 3k കോമൺ ആണ്. ബാക്കിയോ 7 - 3. അപ്പോൾ 7 - 3 എന്ന് പറഞ്ഞാൽ പിന്നെയും 4 തന്നെ അല്ലേ. അപ്പോൾ ഈ ഭാഗവും ഡിവിസിബിൾ ബൈ 4 ആയി. അപ്പോൾ ഇവിടെ ഡിവിസിബിൾ ബൈ 4 ആണ്, പിന്നെ ഇതും ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ therefore the entire ഇത് ഫുള്ളും ഡിവിസിബിൾ ബൈ 4 അല്ലേ. അപ്പോൾ ദിസ് കംപ്ലീറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 4. ഇപ്പോൾ ഇത് ഫുൾ ഡിവിസിബിൾ ബൈ 4 ആണ്. therefore P(k+1) is true for all natural numbers. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? P(k) കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് P(k+1) ആദ്യത്തെ ടേം കിട്ടുക നോക്കണം. എന്നിട്ട് ആ കിട്ടിയത് വെച്ചിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് PMI പ്രൂവ് ദാറ്റ് 1/2 + 1/4 + 1/8 + etc. + 1/2n is equal to 1 - 1/2n. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം P(1) കാണണം. P(1) എന്ന് പറയുന്നത് എന്താണ്? P(1) എന്ന് പറഞ്ഞാൽ LHSൽ വരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടേം ആണ്. അവിടെ 1/2 അല്ലേ. പക്ഷെ നമ്മൾ RHSൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. 1 - 1/2 ഫസ്റ്റ് ടേം അല്ലേ. സോ 1 - 1/2 is 1/2. therefore LHS is equal to RHS. therefore P(1) is true. അങ്ങനെ P(1) ട്രൂ ആണ് കിട്ടി. ഇനി assume. എന്താണ് assume ചെയ്യേണ്ടത്? assume P(k). P(k) എന്ന് പറയുന്നത് 1/2 + 1/4 + etc. + 1/2k is equal to 1 - 1/2k is true. എന്നിന് പകരം k ഇട്ട് കൊടുത്തിട്ട് അത് ട്രൂ ആണെന്ന് നമ്മൾ assume ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് P(k+1) ട്രൂ ആണെന്ന് കാണിക്കണം. അതായത് 1/2 + 1/4 + 1/8 + etc. + 1/2k കഴിഞ്ഞിട്ടുള്ള ഒരു ടേമും കൂടെ നമ്മൾ എഴുതണം 1/2k+1 ബിക്കോസ് k+1 ടേംസ് ഉണ്ട് ഇവിടെ. ഇനി ഇതിൽ നമുക്ക് ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയുള്ളതിൻ്റെ റിസൾട്ട് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് അല്ലേ. 1 - 1/2k ആണ്. അത് നമുക്ക് ഇവിടെ ഓൾറെഡി P(k)ൽ കിട്ടിയിട്ടുണ്ട്. പ്ലസ് ലാസ്റ്റ് ടേം 1/2k+1. ഇനി ദിസ് ഈസ് ഈക്വൽ ടു 1 - 1/2k പ്ലസ് 1/2k+1 പകരം 2k × 2. ഇനിയോ ഈ രണ്ട് ടേംസിലും ഈ ടേമിലും ഈ രണ്ട് ടേംസിലും നമുക്ക് എന്താ കോമൺ ആയിട്ട് വരുന്നത്? 1/2k രണ്ടിലും ഉണ്ട്. പിന്നെയോ ഈ പ്ലസ്സിന് പകരം ഞാൻ 2 മൈനസ് ആക്കി. 2 മൈനസ് ആണല്ലോ പ്ലസ്. എന്നിട്ട് 1 - 1/2k പുറത്തേക്ക് എടുത്തു. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് കോമൺ 1 - 1/2k. അപ്പോൾ ഇവിടെ ബാക്കി എന്താ വരിക?
മൈനസ് 1/2 റേസ് ടു കെ പുറത്തെടുത്താൽ ഇവിടെ 1ഉം ഇവിടെയോ ഇവിടെ -1/2. കാരണം ഈ 1/2 റേസ് ടു കെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. -1/2 റേസ് ടു കെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -1/2 റേസ് ടു കെയും ഇവിടെ +1/2 റേസ് ടു കെ + 1ഉം ആവും അല്ലേ. അപ്പോൾ ഇതിങ്ങനെയല്ലേ വരുന്നത്. ഇനി അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 - 1/2 റേസ് ടു കെ into 1 - 1/2 is 1/2. That is equal to 1 - 1/2 raised to k + 1. അതല്ലേ നമ്മുടെ RHS വരേണ്ടത്. കാരണം P of k ആവുമ്പോൾ 1 - 1/2 raised to k ആയിരുന്നു. അപ്പോൾ P of k + 1 ആവുമ്പോൾ 1 - 1/2 raised to k + 1. അതാണ് നമുക്ക് കിട്ടിയത്. Therefore, P of n is true for all natural numbers. എല്ലാത്തിനും അത് ട്രൂ ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്രൂഫ്. ഇനി 2 ക്വസ്റ്റ്യനും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ 2 കൂടെ ചെയ്യാം. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് ആട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? P(1) ട്രൂ ആണെന്ന് കാണിക്കണമെങ്കിൽ LHSൽ ഫസ്റ്റ് ടേം അവിടെ 1³ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1. RHSൽ n-ന് 1 കൊടുക്കണം. സോ 1 × 1 + 1 is 2/2 whole square. That is equal to ഈ 2 cancel ആകുമ്പോൾ 1² എന്ന് പറഞ്ഞാൽ 1. Therefore, P(1) is true. ട്രൂ ആണെന്ന് കിട്ടി. പിന്നെയോ ഇനി ബൈ മെത്തേഡ് ഓഫ് PMI we have to prove. ബാക്കിയുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? assume P of k is true. അപ്പോൾ assume ചെയ്യുമ്പോൾ P of k എന്ന് പറയുന്നത് എന്തായിരിക്കും? 1³ + 2³ + etc. + k³ is equal to k × k + 1 divided by 2 whole square. ഇനി പ്രൂവ് ചെയ്യേണ്ടത് P of k + 1 ആണ്. അപ്പോൾ P of k + 1 എന്ന് പറയുമ്പോൾ k-ന് പകരം k + 1. k കഴിഞ്ഞിട്ട് ഒരു ടേമും കൂടെ വരും. അപ്പോൾ 1³ + 2³ + etc. + k³ ആൻഡ് ലാസ്റ്റ് ടേം എന്താണ്? k + 1 whole cube. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്ത് കിട്ടണം? ഇവിടെ k ടേംസ് വരുമ്പോൾ k × k + 1/2 ഹോൾ സ്ക്വയർ ആണെങ്കിൽ k + 1 ടേംസ് വരുമ്പോൾ k + 1 × k + 2/2 ഹോൾ സ്ക്വയർ ആയിട്ട് മാറണം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ തൊട്ട് k³ വരെയുള്ള റിസൾട്ട് എഴുതാം. ദാറ്റ് ഈസ് k × k + 1/2 ഹോൾ സ്ക്വയർ പ്ലസ് ലാസ്റ്റ് ടേം k + 1 ഹോൾ ക്യൂബ്. ഇനി ഇതിൽ രണ്ടിലും k + 1 ഹോൾ സ്ക്വയർ കോമൺ ആണ്. ആ k + 1 ഹോൾ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? ഇവിടെ k² / 4 പ്ലസ് k + 1. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ k + 1 ഹോൾ സ്ക്വയർ ഇൻറ്റു k² + 4k + 4 ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു k + 1 ഹോൾ സ്ക്വയർ ഇൻറ്റു k² + 4k + 4 എന്ന് പറയുന്നത് k + 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4-ന് പകരം നമുക്ക് 2² എഴുതാം. അപ്പോൾ എല്ലാത്തിനും സ്ക്വയർ ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? k + 1 ഇൻറ്റു k + 2 ഹോൾ ഡിവൈഡഡ് ബൈ 2 എല്ലാത്തിനും കൂടെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ k ടേംസ് ആയിരുന്നപ്പോൾ k × k + 1/2 ഹോൾ സ്ക്വയർ ആണ്. ഇപ്പോൾ k + 1 ടേംസ് ആകുമ്പോൾ k + 1 × k + 2/2 ഹോൾ സ്ക്വയർ. Therefore, P of n is true for all natural numbers. ഇനി നെക്സ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് 1 × 2 + 2 × 3 ഇത് ഇൻറ്റു ആണ് കേട്ടോ, + 3 × 4 + എക്സെട്ര n × n + 1 is equal to n × n + 1 × n + 2/3. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ ആദ്യം P of 1 എടുക്കണം.
പി ഓഫ് വണ്ണിൽ എൽ എച്ച് എസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം 1 × 2 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. വേറാസ് ആർ എച്ച് എസ് എന്ന് പറയുന്നത് എന്താണ്? എന്നിന് 1 കൊടുക്കണം. എന്നിന് 1 കൊടുക്കുമ്പോൾ 1 × 1 + 1 എന്ന് പറഞ്ഞാൽ 2 × 1 + 2 is 3/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ക്യാൻസൽ ചെയ്യുമ്പോൾ ആർ എച്ച് എസ് 2 കിട്ടും. Therefore LHS equal to RHS. Therefore P of 1 is true. അങ്ങനെ P of 1 true ആണ് കിട്ടി. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? assume P of K is true. P of K true ആണെന്ന് assume ചെയ്യാം. അപ്പോൾ P of K true എന്ന് പറയുമ്പോൾ P of K എന്ന് പറയുന്നത് 1 × 2 + 2 × 3 + etc. പ്ലസ് എന്നിന് പകരം k കൊടുക്കുമ്പോൾ k × k + 1 is equal to, എന്നിന് പകരം k കൊടുക്കുക, k × k + 1 × k + 2/3. അതാണ് P of K. ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? P of K + 1 പ്രൂവ് ചെയ്യണം. P of K + 1 എന്ന് പറയുമ്പോൾ 1 × 2 + 2 × 3 + etc. പ്ലസ് k × k + 1. പിന്നെ ലാസ്റ്റ് ടേം എന്താ എഴുതുക? kന് പകരം k + 1ഉം k + 1ന് പകരം k + 2. അപ്പോൾ k + 1 × k + 2. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടേണ്ട റിസൾട്ട് എന്തായിരിക്കണം? ഇവിടെ k ടേംസ് ആയപ്പോൾ k × k + 1 × k + 2/3 ആണ്. അപ്പോൾ k + 1 ടേംസ് ആകുമ്പോൾ k + 1 × k + 2 × k + 3/3 എന്ന് ആൻസർ വരണം. അപ്പോൾ നമുക്ക് ഇതുവരെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള റിസൾട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ k × k + 1 × k + 2 divided by 3 plus last term k + 1 × k + 2. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്? k + 1 × k + 2 ആണ് കോമൺ. k + 1 × k + 2 ആണ് കോമൺ. ബാക്കി എന്ത് വരും? k/3 + 1. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k + 1 × k + 2, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k + 3 divided by 3. അപ്പോൾ നമുക്ക് പറഞ്ഞ ആ റിസൾട്ട് തന്നെ കിട്ടിയല്ലോ അല്ലേ? k ടേംസ് ആയപ്പോൾ നമുക്ക് k × k + 1 × k + 2/3യും, അപ്പോൾ k + 1 ടേംസ് ആകുമ്പോൾ k + 1 × k + 2 × k + 3/3യും. Therefore P of n is true for all natural numbers. അപ്പോൾ ഇക്വാളിറ്റി യൂസ് ചെയ്തിട്ടുള്ള ഒരുവിധം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് ഈ സ്റ്റെപ്സ് മറക്കരുത്. സ്റ്റെപ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, പ്രൂവ് ഫോർ P of 1. സെക്കൻഡ്, assume that P of K is true. ആൻഡ് തേർഡ് വൺ, പ്രൂവ് ഫോർ P of K + 1. ഇങ്ങനെ 3 സ്റ്റെപ്സ് ആയിട്ടാണ്. അപ്പോൾ ചെയ്ത് നോക്കുക, ഫുൾ മാർക്സ് സ്കോർ ചെയ്യുക. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.